സമ്പത്തിലേക്ക്. ശ്രീ സമ്പത്ത്, ഒരുപക്ഷെ CPM-ന് ഇതൊരു വലിയ പ്രശ്നമായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് വലിയ തോതിൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ആദായ നികുതി വകുപ്പ് തങ്ങളെ മാത്രം വേട്ടയാടുന്നു എന്നതാണ് അവരുടെ ഒരു ആരോപണം. നേരത്തെ ED ഇങ്ങനെ വേട്ടയാടുന്നു എന്ന ആരോപണമുണ്ടായിരുന്നു. CBI-യെയും സമാനമായി കേന്ദ്ര സർക്കാർ പ്രയോജനപ്പെടുത്തുന്നു എന്ന ആരോപണവും ശക്തമായി നമുക്ക് ഉണ്ടായിരുന്നു. ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഈ നടപടിയെ CPM എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മനു, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇഫ് ദി പ്രിഡേറ്റർ ഈസ് ഓൺ പ്രൗൾ ബിവെയർ ആൻഡ് ബി കോഷ്യസ്, ടുമോറോ യു മേ ബി ദ പ്രേ. നരഭോജിയുടെ കാൽപ്പാടുകൾ അയൽക്കാരൻ്റെ വീട്ടിൻ്റെ പരിസരത്തും കണ്ടു എന്ന് വെച്ചാൽ നാളെ നിങ്ങളും നിങ്ങളുടെ കുട്ടികളും അടക്കം ആ നരഭോജിക്ക് ഇരയാകാം എന്നതാണ് ഏകദേശം മലയാള പരിഭാഷ. കോൺഗ്രസ് എന്തോ പറയട്ടെ, ED-യെ ഉപയോഗിച്ചാലും അല്ല, ഇനി ഇൻ്റലിജൻസ് ബ്യൂറോ ഉപയോഗിച്ചാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചാലും അത് CBI ഉപയോഗിച്ചാലും അത് തങ്ങൾക്കല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ, വിശേഷിച്ച് ഞങ്ങളുടെ പാർട്ടിക്കാണ് ഉപയോഗിക്കുന്നതിൽ അത്തരം കാര്യങ്ങളിലെല്ലാം അവർ വല്ലാതെ ഉറക്കം നടിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായും നിയമപരമായും അത് നേരിടുക തന്നെ ചെയ്യും. മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്, നേർക്കുണ്ടായിട്ടുള്ളതാണ്, അത്തരത്തിൽ തന്നെ കാണും. ഇന്നിപ്പോൾ BJP എല്ലാ വിധത്തിലും അവരുടെ വേട്ട നായ്ക്കളെ കെട്ടഴിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയസൂര്യ, ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കല്ല ഞാൻ ഈ പറയുന്നത്, ജയസൂര്യയോടുള്ള എല്ലാ ബഹുമാനവും, ഞങ്ങൾ 3 പേരും അഭിഭാഷകരാണല്ലോ, അല്ല ശ്രീ റോണി പ്രൊഫസറാണ്, ഞാനും ജയസൂര്യ അഭിഭാഷകരാണല്ലോ, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ചില BJP നേതാക്കളെങ്കിലും നമ്മുടെ ഇതുപോലുള്ള ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ്, അവരെ കോട്ട് ചെയ്യുകയാണ്. എന്നോട് അതിൽ ദയവായി ഒരു വിരോധം തോന്നരുതെന്നുള്ള അഭ്യർത്ഥന. ഞങ്ങളുടെ ED, ഞങ്ങളുടെ CBI, ഞങ്ങളുടെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഇതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ എല്ലാം പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഇതെല്ലാം പ്രേക്ഷകർക്ക് അറിയാം. ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളെ അത്തരത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് അൺലീഷിംഗ് ദ ബ്ലഡ് ഹൗൺസ് എന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ വേട്ടനായ്ക്കളെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താനുള്ള ശ്രമം, വകവരുത്തുക എന്നത് തന്നെയാണ് എന്തും ചെയ്യും BJP എന്നുള്ളതാണ്. എന്താ ഞാനിത് പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ 18ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും പട്ടാള നിയമമാണ്. നാഗാലാൻഡിലെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് സെപ്റ്റംബർ വരെ നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസമാകുമ്പോഴേക്കും അതിൻ്റെ ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് പുതിയ ലോക്സഭ നിലവിൽ വരണം. അപ്പോൾ ജനങ്ങൾ വിധി എഴുതാനായി പോകേണ്ടത് തോക്കിൻ മുനയിലാണ്. വർഷങ്ങളായി നിലനിൽക്കുന്നു, ഇപ്പോഴും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരുടേതായ കഴിവുകേടാണ് അല്ലെങ്കിൽ കുറ്റമാണ് എന്ന് സ്വയം പരിശോധന നടത്തട്ടെ. അവിടുത്തെ ജനങ്ങളെ അല്ല കുറ്റം പറയേണ്ടത്. 29 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ യൂണിയനിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ അത് തന്നെ നേരത്തെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള അജണ്ടയിൽ ഇല്ലാത്തതായിട്ടുള്ള, അങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ ഏറ്റവും ബിസിനസ് കൊടുക്കും, അതിൽ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹം എടുത്ത് അങ്ങനെ ഈ ജമ്മു കാശ്മീരിനെ അതിൻ്റെ ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള എല്ലാ ആ നിയമപരമായ ഭരണഘടനാപരമായ സാങ്കത്യവും റദ്ദാക്കുക മാത്രമല്ല ഉണ്ടായത്, അബ്രഗേഷൻ ഓഫ് 370 എലോൺ അത് മാത്രമല്ല, അവിടെ നടക്കുന്നത് ആ സംസ്ഥാന പദവി തന്നെ ഇല്ലാതാകുന്നു, സംസ്ഥാനത്തെ രണ്ടാക്കുന്നു. ലഡാക്കിൽ ഇപ്പോൾ എന്താ അവിടെയുള്ള പ്രക്ഷോഭം എന്നുള്ളത് ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിയമസഭ ഇല്ല, ഞങ്ങൾക്ക് MLA-മാരില്ല, ഇവിടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി തരം താഴ്ത്തുന്നു, പുറത്തുനിന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നതുപോലെ വരുന്നു. ജമ്മു കാശ്മീരിലാകട്ടെ ഇപ്പോഴും പട്ടാളത്തെ പിൻവലിക്കാനായി കഴിയുന്നില്ല. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം എന്നത് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ വീണ്ടും ആദായ നികുതി വകുപ്പിൻ്റെ അടുത്ത നോട്ടീസ്, സ്ലാപ്പിംഗ് നോട്ടീസ് എന്ന് നമ്മൾ പറയുമല്ലോ, അത്തരത്തിൽ വരിക. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടതല്ലേ ചണ്ഡീഗഡിൽ. പഴയ കഥയൊന്നും അല്ലല്ലോ. നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരംഗം തന്നെ അവിടെ വരണാധികാരിയായി സ്വയം അത്തരത്തിൽ അവരോധിതനായ അദ്ദേഹം ചെയ്യുന്നത് 8 വോട്ടുകൾ എങ്ങനെയാണ് അദ്ദേഹം അത് അസാധുവാക്കി മാറ്റുന്നതിന് വേണ്ടിയും തോറ്റ ആളിനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഭഗീരഥ പ്രയത്നമുണ്ട്. സുപ്രീം കോടതി കയ്യോടുകൂടി ഇത് പിടികൂടിയപ്പോഴാണല്ലോ 2 പേരെ കൂറുമാറ്റത്തിൽ കൂടി അങ്ങനെ BJP വിലക്കെടുക്കുക എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറയേണ്ടി വരും. അങ്ങനെ ചെയ്തപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടല്ലോ, എന്താ BJP ധരിച്ചത്, ഈ
രണ്ടുപേരും ഞങ്ങളുടെ പക്ഷത്ത് കിട്ടിയത് കൊണ്ട് ഇനി സ്ഥലത്തെ MP-യുടെ വോട്ടും കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് ജയിച്ചതായി നേരത്തെ പ്രഖ്യാപിച്ച ആൾ തന്നെ വീണ്ടും ജയിച്ചതായി വരും. എങ്ങനെ റീപോളിംഗ് നടത്തിയാൽ മതിയല്ലോ. വീണ്ടും സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ നടത്തിയത് മുഴുവൻ തെറ്റാണ്. അവിടെ ആ ഭരണാധികാരിയെ ശാസിക്കുകയും പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയമാകേണ്ടി വരികയും അങ്ങനെ വരേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് താക്കീത് നൽകുകയും അത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ ആ കാര്യങ്ങളിലേക്ക് വീണ്ടും കിടക്കുന്നില്ല. ഇന്ത്യയിലൊരു മുഖ്യമന്ത്രി ഏത് ഏജൻസി അന്വേഷിച്ചിരുന്നാലും വാസ്തവത്തിൽ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിൻ്റെ മേൽ അത്തരം കാര്യങ്ങൾ ഇപ്പം ജയസൂര്യ അഭിഭാഷകനായതുകൊണ്ട് തന്നെ അറിയാം. ആകെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മാത്രം തർക്കവിഷയമായിട്ടുള്ള ചില ഭേദഗതികളെ തുടർന്ന് സംഭവിച്ചിട്ടുള്ളത് ആരെയും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ പണ്ട് കരുതൽ തടങ്കലിന് വിധേയമായി ചൈനാചാരന്മാരെന്ന് ആക്ഷേപിക്കപ്പെട്ട് ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർ എൻ്റെ പിതാവ് അടക്കമുള്ളവർ വർഷങ്ങൾ 1.5 ഒക്കെ ആയാലും പുറത്തിറങ്ങാൻ കഴിയാതെ ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്ത് മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചിട്ട് ജയപ്രകാശ് നാരായണൻ മുതലുള്ള നിരവധി നേതാക്കൾ AKG ഉൾപ്പെടെയുള്ളവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതുപോലെ ആ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പോലെയാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇതിൽ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റുകൾ കൊടുക്കലും ഇപ്പോൾ EDയുടെ പുതിയ ഏർപ്പാടാണ്. സുപ്രീം കോടതി തന്നെ ചോദിക്കുകയുണ്ടായി, ഒരാളെ അനന്തമായി നിങ്ങൾക്ക് ജയിലിൽ കഴിയണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് അത്തരത്തിൽ കൊണ്ടുവന്നിട്ട് സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് പലപ്പോഴായി കുറ്റപത്രം ഭാഗികമായി നൽകിക്കൊണ്ട് ഇത് നടക്കില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി. മുമ്പ് CBI കുറിച്ച് സുപ്രീം കോടതി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, കേജ്ഡ് പാരറ്റ് എന്ന്. മനു ഓർമ്മയുണ്ടോ? അത് കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എന്ന ആ കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എന്ന് CBI പറ്റി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത് യജമാനന് വേണ്ടി ഇലക്ഷൻ ഡ്യൂട്ടി നടത്തുന്ന ഹഫ്ത പിരിവ് നടത്തുന്ന ഒരു ഏജൻസിയായി അധപ്പതിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുക, വിവാദമൊന്നുമല്ല. ആ ഇലക്ട്രൽ ബോണ്ടുകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിരവധി കോർപ്പറേറ്റ് കുടുംബങ്ങൾ, കമ്പനികൾ, പല ഫോംസും എടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? ജൂലൈയിൽ റെയ്ഡാണ് എങ്കിൽ തൊട്ടടുത്ത മാസത്തിന് മുമ്പ് തന്നെ 30 ദിവസം കഴിയും മുമ്പ് ഇലക്ട്രൽ ബോണ്ടാണ്. ഏപ്രിൽ ആദ്യം റെയ്ഡാണ് എങ്കിൽ മാസത്തിന്റെ കടശി സമ്പത്തിലേക്ക് മടങ്ങി വരാം. ഉന്നയിച്ച കാര്യങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണല്ലോ നടത്തുക. ഇപ്പോ ശ്രീ